കൂട്ടുകാരെ, ദിസ് ഇസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ കേട്ടാലോ? വരൂ, നമുക്കൊരു കഥ കേൾക്കാം. പണ്ട് അലിയോസ് എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ മേരി എന്നൊരു പേരുള്ള അമ്മയും ഉണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് സ്വന്തം എന്ന് പറയുവാൻ തൻ്റെ 3 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടിണി കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏകദേശം ഇതുപോലൊരു തണുത്തുറഞ്ഞ മഞ്ഞു പൊഴിയുന്ന ഒരു രാത്രി, രാവിലെ മുഴുവൻ ഓടി നടന്ന് സമ്പാദിച്ചതായ ഒരു പിടി മാവ് തൻ്റെ മക്കൾക്ക് 3 അപ്പമാക്കി നൽകുവാൻ കഷ്ടപ്പെടുന്ന ആ അമ്മയുടെ വീടിൻ്റെ കതകിൽ ആരോ മുട്ടുന്നു. ടക് 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 ടക്. ആരോ വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മ വാതിൽ പതിയെ തുറക്കുന്നു. വീടിന് മുൻപിലായി ഒരു യുവാവ് സഹായ അഭ്യർത്ഥനയുമായിട്ട് നിൽക്കുകയാണ്. അമ്മേ, എൻ്റെ പേര് യോസഫ്. ഇത് എൻ്റെ ഭാര്യ മറിയം. ഞങ്ങൾ ബെത്ലഹേമിലേക്ക് യാത്ര പോവുകയാണ്. കരുതിയിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു പോയിരിക്കുന്നു. അവൾക്കാണെങ്കിൽ ദാഹം കലശലായിട്ടുണ്ട്. അവളുടെ ദാഹം തീർപ്പാൻ ഒരിറ്റു ദാഹജലം നൽകാമോ എന്ന് ചോദിച്ചു. ആ അമ്മ ഇത് കേട്ടതും കഴുതപ്പുറത്തിരിക്കുന്ന പൂർണ്ണ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ആ യുവതിയുടെ അരികിലേക്ക് പോയി. അവളെ കണ്ടതും അവളുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് മറിയത്തിനെ പതിയെ കഴുതപ്പുറത്ത് നിന്നിറക്കി തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടുകൊണ്ടുവന്നു. കൂടെ ആ യുവാവിനെയും. അവർക്ക് കൈകാലുകൾ കഴുകുവാൻ ജലം നൽകിയിട്ട് അകത്ത് അവരെ സ്വീകരിച്ചു. തൻ്റെ മക്കൾക്ക് കരുതിയിരുന്ന ഭക്ഷണം അവർക്ക് നൽകി അവരോട് വിശ്രമിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കുവാൻ ഉള്ളതുകൊണ്ട് അവർ ഒരല്പസമയം വിശ്രമിച്ച് യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങി. പുറപ്പെടുന്നതിന് മുൻപായി അവർ ഇരുവരും ആ അമ്മയോട് ഇപ്രകാരം നന്ദി പറഞ്ഞു. ഒരിറ്റു ദാഹജലം ചോദിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷീണം കണ്ട് അമ്മ നൽകിയ ഈ സ്നേഹത്തിന് പ്രതിഫലമായി ഈ ഭവനത്തെ പിതാവായ ദൈവം സമൃദ്ധിയിൽ നിറയ്ക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് യാത്ര പുറപ്പെട്ടു. അവരെ യാത്രയാക്കി ഭവനത്തിലേക്ക് തിരിച്ചു നടന്ന ആ അമ്മ തൻ്റെ മക്കൾക്ക് ഭക്ഷിപ്പാനായിട്ട് ഇനി എന്ത് കൊടുക്കും, എല്ലാം ഇവർക്ക് കൊടുത്തല്ലോ എന്ന് ആലോചിച്ച് ഭവനത്തിൻ്റെ അകത്തോട്ട് കടന്നു. പാത്രങ്ങൾ ഒതുക്കി വയ്ക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, പാത്രത്തിൻ്റെ ഭാരം ഇതാ കൂടിയിരിക്കുന്നു. തുറന്നു നോക്കിയതും പാത്രം നിറയെ ഗോതമ്പ് മാവ്, കൂടാതെ തൻ്റെ മുറിയിലിരിക്കുന്ന 7 ഭരണികൾ നിറയെ ഗോതമ്പ് മാവ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടുപോയി. വേഗത്തിൽ തന്നെ തൻ്റെ മക്കൾക്ക് വയറ് നിറയെ അപ്പമുണ്ടാക്കി കൊടുത്തു. ദൈവത്തിൻ്റെ അത്ഭുതത്തെ അവർ വാഴ്ത്തി പാടി. 2 ദിവസം കഴിഞ്ഞ് രാത്രി വീണ്ടും കതകിൽ ആരോ മുട്ടുന്നു. ടക് 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 ടക്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരും വാതിലിന് പുറത്ത് ഇല്ലാതാനോ. എന്നാൽ വാതിലിനരികെ സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ ഒരു പണസഞ്ചി കണ്ടു. അതെടുത്ത് വീടിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ ആ അമ്മ 3 പേർ കിഴക്കുതിച്ച ഒരു വലിയ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ പണമാണോ? അവർ 3 ഒരുമിച്ച് ഇപ്രകാരം പറഞ്ഞു, ഇത് ദൈവപുത്രനെ സ്വീകരിച്ച ഈ ഭവനത്തിന് ഈ എളിയവരുടെ സ്നേഹ സമ്മാനമാണ് എന്ന്. ഇത് കേട്ടതും ആ അമ്മയ്ക്ക് മനസ്സിലായി, തൻ്റെ ഭവനത്തിൽ വന്നവർ സാധാരണക്കാർ അല്ല, മറിച്ച് ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ അവതരിക്കപ്പെട്ടവർ ആണ് എന്ന്. എന്നിട്ട് തനിക്ക് ലഭിച്ച സ്നേഹ സമ്മാനങ്ങൾക്ക് സൃഷ്ടികർത്താവിനോട് നന്ദി പറഞ്ഞ് ഇപ്രകാരം പാടി, യൽദാ ബ്രീഹ് യൽദാ യൽദാ ബ്രീഹ് യൽദാ യൽദാ ബ്രീഹ് യൽദാ. കൂട്ടുകാരെ, തൻ്റെ വിഷമസ്ഥിതിയിലും അപരൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആ അമ്മ കാണിച്ചതുകൊണ്ടാണ് ആ അമ്മയ്ക്കും ഭവനത്തിനും ദൈവത്തിൻ്റെ കൃപകൾ ലഭിച്ചത്. ഈ ക്രിസ്തുമസ് കാലം അപരൻ്റെ കണ്ണുനീർ തുടച്ച് അവരുടെ സങ്കടങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ നമുക്കൊരുമിച്ച് പാടാം. വരൂ. യൽദാ ബ്രീഹ് യൽദാ യൽദാ ബ്രീഹ് യൽദാ
യൽദാ ബ്രീഹ് യൽദാ. കൂട്ടുകാരെ, ജീസസ് കിഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് മീ, യുവർ ടോമച്ചൻ, സൈനിങ് ഓഫ്.